ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാലം കാത്തുവെച്ച രക്ഷകൻ നോവാസ് സദോയി. കേരള ബ്ലാസ്റ്റേഴ്സ് വെറുതെയൊന്നുമല്ല നോവാസ് സദോയിയെ FC ഗോവയിൽ നിന്നും റാഞ്ചിക്കൊണ്ട് കൊമ്പന്മാരുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്, കിരീടം മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം ഇന്നലെ പുരോഗമിച്ചു കൊണ്ടിരിക്കെ സെക്കൻഡ് ഹാഫ് ആരംഭിച്ചതിന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങേണ്ടി വന്നു. എന്നാൽ തികച്ച് 2 മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നോവാസ് സദോയിലൂടെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇന്നലെ ലൂണയെ നമുക്കവിടെ മിസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ നമുക്ക് ലൂണയെ മിസ് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലൂണയുടെ വിടവ് അവിടെ നികത്തിയത് നോവാസ് സദോയി തന്നെയായിരുന്നു. കാരണം നോവാസ് സദോയിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്ക് വേണ്ടിയും അദ്ദേഹം തന്നെ കളിച്ചൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലൂണ ഉണ്ടായിരുന്നെങ്കിൽ മധ്യനിരയിൽ നിന്നും അദ്ദേഹത്തിന് നോവാസ് സദോയിക്ക് മുന്നേറ്റ നിരയിലേക്ക് പന്ത് കൊടുത്താൽ മതിയാകും. എന്നാൽ ഇന്നലെ ലൂണ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിപിൻ മാത്രമായിരുന്നു അവിടെ ഒരു മികച്ച പ്രകടനം നടത്തിയത്. ഡാനിഷ് ഫറൂഖിന് അത്ര മികച്ച പ്രകടനം നടത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ വിപിൻ നല്ല പ്രകടനം നടത്തി നോവാസ് സദോയിക്ക് അടക്കം പന്തുകൾ മുന്നേറ്റ നിരയിലേക്ക് നൽകിയിരുന്നു. എന്നാൽ ചില സമയത്തൊക്കെ നോവാസ് സദോയിക്ക് പിറകിലേക്ക് വന്ന് പന്തെടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ലൂണ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോവാസ് സദോയിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂണയുടെയും നോവാസ് സദോയിയുടെയും കളി അവിടെ നോവാസ് സദോയി ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലും നോവാസ് സദോയിക്ക് മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു വജ്രായുധം തന്നെയാണ് നോവാസ് സദോയി.